മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണനാളിൽ ഉപവസിക്കും. രാവിലെ 10 മണി മുതൽ ഇടുക്കി ഉപ്പുതറ ടൗണിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ മത, സാമുദായിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതി സെപ്റ്റംബർ 15 ഞായറാഴ്ച രാവിലെ 10 മുതലാണ് ഉപ്പുതറ ടൗണിൽ ഉപവാസം നടത്തുന്നത്. കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിനു പരിഹാരം കാണേണ്ടത് അധികാരികളാണ്. പരിഹാരമുണ്ടാകും വരെ സമരസമിതി ശക്തമായ പ്രക്ഷോഭം തുടരും. ഉപവാസത്തിന് അഭിവാദ്യമർപ്പിച്ച് മത, സാമുദായിക, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. കാലപ്പഴക്കം 50 വർഷം പറഞ്ഞൊരു ഡാം അത് ആയുസ് 129 വർഷമായി തുടരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക കാലാവസ്ഥയും അടിക്കടി ഉണ്ടാകുന്ന പ്രത്യേക സൈക്ലോണുകളുമല്ല ജനങ്ങളെ മാനസികമായി വല്ലാതെ വിഷമത്തിലാക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും 79 മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വാദങ്ങൾ നേടിയെടുക്കുന്നതിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴും സുപ്രീം കോടതിയെ പ്രൈവറ്റ് കേസുകളിലൂടെ ഈ വിഷയത്തെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജോ ജോസഫ് അടക്കം കൊടുത്ത കേസിലാണ് നമുക്ക് റൂക്കർ ഉൾപ്പെടെയുള്ളത് കിട്ടിയത് എന്നുള്ളത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ 3ാം ഘട്ട സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് സമരസമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തുടർ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന തിരുവോണനാളിൽ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി ഇന്ത്യക്ക് വെളിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഡാമുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാം ഏൽപ്പിക്കണമെന്ന ആവശ്യം സമരസമിതി കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഈ ആവശ്യം പ്രധാന നിർദ്ദേശവുമായാണ് സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ്, ജനറൽ കൺവീനർ സിബി മുത്തമാക്കുഴി, കൺവീനർ ജേക്കബ് പനന്താനം, വൈസ് ചെയർമാൻ CS രാജേന്ദ്രൻ, ട്രഷറർ PT ജോസഫ് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.